ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഞാൻ ഈ ബട്ടർ ചിക്കൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കുട്ടികൾക്കൊന്നും ഇത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതുപോലെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല ഹാപ്പിയാവും. നല്ല ടേസ്റ്റാണ്, സെയിം ടേസ്റ്റാണ്. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ഫുള്ളായിട്ട് ഞാനിവിടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് എരിയുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി വേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു 2 വലിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 10 നട്ട്സ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയിൽ ആരും ചിക്കൻ ഫ്രൈ ചെയ്യരുത്. ബട്ടർ ചിക്കൻ ചെയ്യുമ്പോൾ ഞാനിവിടെ 2 ബാച്ചസ് ആയിട്ടിട്ട് ഒന്ന് ഫ്രൈ നന്നായിട്ട് തന്നെ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിലവർ ബട്ടർ ചിക്കൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചിട്ടിട്ട് എടുക്കും. പക്ഷേ ഞാൻ ചിക്കൻ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തപ്പം ആ ബട്ടർ ചിക്കൻ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ഞാനിവിടെ ഇപ്പം ചിക്കന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഫ്രൈ ചെയ്തെടുക്കണേ. ഇനി ഒരു കടായി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തേക്കുന്നത്. ബട്ടർ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടറും ഒലിവ് ഓയിലും കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കണം എല്ലാവരും. അതിലേക്ക് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. സവാള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പം ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാനൊരു 3 വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളി ഒന്ന് മുന്നിട്ട് നിൽക്കണം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണേ. നന്നായിട്ടെല്ലാം ഒന്ന് സോട്ടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 10 പിരിയൻ മുളകാണ് എടുത്തേക്കുന്നത്. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂണ് സാദാ ജീരകം പൊടിച്ചതാണ്, പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ സോട്ടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് സാദാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 10 നട്ട്സ് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെണ്ണ പോലെ നമ്മളിത് അരച്ചെടുക്കണം. അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർ വേണമെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇട്ടോളൂ. അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന മിശ്രിതം നമ്മളിപ്പോൾ അരച്ച് വെച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചിട്ടുണ്ട്. അഥവാ നിങ്ങളുടേത് അങ്ങനെ വെണ്ണ പോലെ അരഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു അരിപ്പ വെച്ച് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ അങ്ങനെ അരിച്ച് വെക്കുന്നതിനേക്കാളും ഇതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എത്രയാണ് നിങ്ങൾക്ക് ആ ചാറ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പൂടെ നോക്കിക്കോളണേ. നമ്മുടെ അരപ്പ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഗ്രേവി നോക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം നല്ല കറക്റ്റായി. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഒരു കുറച്ച് കസൂരി മേത്തി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് നമുക്ക് അടച്ചു വെച്ചേക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ടേസ്റ്റാണ്. കാണുന്നത് പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ബൈ.